മെയിനായിട്ട് വേണ്ടത് വെച്ചാൽ PCOSൽ റെഗുലർ എക്സസൈസ്, ഹെൽത്തി ഫുഡ്, ഇത് ചെയ്താൽ തന്നെ നമുക്ക് കൂടുതൽ. കാരണം ആൾക്കാർ വരാറുണ്ട് മെഡിസിൻ തരുമെന്ന്. കാരണം മെഡിസിൻ ഉണ്ട് നമുക്ക്, പക്ഷേ ഇത് മെഡിസിൻ ഇഫക്ട്സ് പിന്നെ നിങ്ങൾക്ക് അത് ഫ്രൂട്ട്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു 3 to 6 month മെഡിസിൻ എടുത്തു എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങളെ PCOD മാറാൻ പോകുന്നുമില്ല. പിന്നെ യങ്സ്റ്റേഴ്സ് പിന്നെ ഈ PCOD ഉണ്ടാകുമ്പം യൂഷ്വലി നമ്മുടെ ഫെർട്ടിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഫെർട്ടിലിറ്റിനെ അഫക്റ്റ് ചെയ്യുമ്പം ഒരു പ്രഗ്നൻ്റ് ആയി കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ PCOD ട്രീറ്റ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആവാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. എലോങ് വിത്ത് ദ PCOD ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ ഇൻഡക്ഷൻ ചെയ്തിട്ടായിട്ട്, കാരണം ഈ PCOD ഒക്കെ ട്രീറ്റ് ചെയ്ത് എടുക്കാൻ സമയമെടുക്കും. ആ സമയം കൊണ്ട് എലോങ് വിത്ത് ദാറ്റ് യു ക്യാൻ കണ്ടിന്യൂ പ്രഗ്നൻസി ട്രയലും ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് അതായിരിക്കും അല്ലേ. പിന്നെ സ്കിൻ പ്രോബ്ലം PCOD ഇല്ലാതെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആതിര പറഞ്ഞു തരുമായിരിക്കും. PCOD എല്ലാവർക്കും അറിയുന്നതാണ്. ആക്നെ പെട്ടെന്ന് കൂടുക, മുഖത്ത് രോമവളർച്ച വരിക, ഹെയർ ഫോൾ വരിക, അതായത് വേണ്ട ഭാഗത്ത് മുടി നഷ്ടപ്പെടുക, വേണ്ടാത്ത ഭാഗത്തൊക്കെ മുടി വളർച്ച വരിക. ഇത് കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതങ്ങനെ ഒരു ഇംബാലൻസ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാക്കി നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെയർ വന്നു കഴിഞ്ഞാൽ പിന്നെ PCOD കൺട്രോൾഡ് ആയാലും അത് റിമൂവ് അത് തന്നാലെ പോവില്ല. അതിന് നമ്മൾ പിന്നെ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ആ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്നെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹെയർ ഫോളിനെ നമ്മൾ ഈ പറഞ്ഞപ്പോൾ ഒരു ലോങ് ടേം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ആണുങ്ങളിൽ കഷണ്ടി ഉണ്ടാവുന്നത് പോലെ സ്ത്രീകളിൽ അതിന് സിമിലർ ആയിട്ടൊരു പാറ്റേൺ ഹെയർ ലോസാണ് ഉണ്ടാവുക. അത് പെട്ടെന്ന് നിന്ന് പോകുന്നൊരു സാധനമല്ല. അത് കുറേയൊക്കെ ലോങ് ടേം ആയിട്ട് തന്നെ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ടെൻഡൻസിയാണ്. അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. യൂഷ്വലി ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് തന്നെ മോഡിഫിക്കേഷനിൽ തന്നെ കുറേയൊക്കെ കണ്ടിട്ടുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ ആൺപിള്ളേർ, അത് ബേസിക്കലി കുറേ സിനിമാക്കാരുടെയും പ്രശ്നമാണ്. നമ്മൾ സിനിമയിലൊക്കെ പോർട്രേ ചെയ്യുന്നത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മുടിയും ശരീരമൊക്കെ വൃത്തിയായി കുളിച്ച് വരുന്ന ഒരു നായിക സങ്കല്പമാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും തലയും മേലൊക്കെ കഴുകുന്ന ഒരു സംസ്കാരം നമുക്ക് എപ്പോഴോ നമ്മളുടെ തലയിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബേസിക്കലി ഇപ്പോഴത്തെ പെൺകുട്ടികൾ എല്ലാ ദിവസവും തല കഴുകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലേ? ആഴ്ചയിൽ 2 തവണ 3 തവണയൊക്കെ അല്ലേ ഉള്ളൂ, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ. ബേസിക്കലി ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആഴ്ചയിൽ എത്ര തവണ മുടി കഴുകണം, തല കഴുകേണ്ടതുണ്ട്? നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഒരു കോമൺ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. ഇതും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതിലും കുറേ അധികം തെറ്റായ ധാരണകളുണ്ട്. അതിപ്പോൾ പറഞ്ഞ പോലെ മുടി കഴുകിയില്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോവില്ല, ആഴ്ചയിൽ 2 തവണ കൂടുതൽ മുടി കഴുകാൻ പാടില്ല. ഇതൊക്കെ വളരെ റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സാണ്. ഇപ്പോൾ ഒരുപാടധികം സ്റ്റഡീസ് ഇതിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുമുണ്ട്. റെഗുലറായിട്ട് വാഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി ഹെയർ വാഷാണ് ഏറ്റവും ബെസ്റ്റ്. ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ശരിക്കും ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണത്. എത്ര കുറവ് ഹെയർ വാഷ് ചെയ്യുമോ. അപ്പം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഹെയർ വാഷ് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പം ഒരു 2-3 ദിവസം ഹെയർ ഫോളായിട്ട് വല്ലാണ്ട് ഫീൽ ചെയ്യില്ല. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് പിന്നെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഹെയർ പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ അല്ല. പിന്നെ ഈ കഴുകാതിരിക്കുന്നതിനനുസരിച്ച് വിയർപ്പ്, അഴുക്ക് കാര്യങ്ങളൊക്കെ നിന്നിട്ട് ഡാൻഡ്രഫ് പോലെയുള്ള പ്രശ്നങ്ങൾ വരിക, സ്കിൻ ഹെൽത്ത് മോശമാവുക, ഇതിൻ്റെ കൂടെ തന്നെ മുഖത്ത് കുരു വരിക, ഇതൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. സ്കിന്നിന് റിലേറ്റഡ് കുറേ പ്രശ്നങ്ങൾ വേറെ വരും. പ്രിഫറബിളി ഡെയിലി വാഷ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും ഹെയർ വാഷ് ചെയ്യണം. ട്വൈസ് ഇൻ എ വീക്ക് ഷാംപൂയിങ് ഇസ് ഫൈൻ. അതിനേക്കാൾ കൂടുതൽ ചെയ്യണം എന്നില്ല. ഇനി റെഗുലറായിട്ട് മൈൽഡ് ഷാംപൂയിങ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വാഷ് ചെയ്യാതിരിക്കുന്നത് ഒരു നല്ല ഹാബിറ്റ് അല്ല. അതുപോലെ മുടി കൊഴിച്ചലിന് വേണ്ടിയിട്ടേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണമാണ് മുടി കൊഴിയുന്നത് എന്നുള്ള ആളുകളുടെ വിചാരം ഉണ്ടാവും. ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് മുടി കൊഴിയാം. പക്ഷേ വൈറ്റമിൻ ഡെഫിഷ്യൻസി മാത്രമല്ല മുടി കൊഴിച്ചിലിൻ്റെ കാരണം. ഇപ്പം മിക്കവാറും മുടി കൊഴിച്ചിലുള്ള ആൾക്കാരൊക്കെ OP-യിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കോഴ്സ് വൈറ്റമിൻ ഡി എടുത്തിട്ടുണ്ടാവും. അങ്ങനെയല്ല, കോമൺ ആയിട്ട് നമ്മൾ ഇന്ത്യൻസിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. പൊതുവെ ഇപ്പോൾ എല്ലാവർക്കും സൺ എക്സ്പോഷർ കുറവായതുകൊണ്ടും മിക്കവാറും എല്ലാവരും ഇൻഡോർ ജോലികൾ ചെയ്യുന്നവരാണ്. വെയിൽ കൊണ്ടാൽ കറക്കും എന്ന് പേടിച്ചിട്ട് പുറത്തിറങ്ങാത്തവരാണ്. അതുകൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ സാധ്യത കൂടുതലാണ്. പക്ഷേ വൈറ്റമിൻ ഡെഫിഷ്യൻസി മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഹെയർ ഫോളിൻ്റെ കാര്യം, വേറെയും കാര്യങ്ങളുണ്ട്. പല ബാക്കിയും ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ബേസിക്കലി നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു തൈറോയിഡും ബ്ലഡ് കൗണ്ടും വൈറ്റമിൻ ഡി എങ്കിലും ചെയ്യും. പിന്നെ ബാക്കി വേറെ പല കാര്യങ്ങൾ കൊണ്ട് വരാം. അത് നോക്കി ഒരു ക്ലിനിക്കൽ ഡിസിഷൻ്റെ ബേസിസിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഈ തൈറോയിഡിൻ്റെ കാര്യം പറയുന്ന സമയത്തേ തൈറോയിഡ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്
പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണെന്നാണ് എൻ്റെ ഒരു ധാരണ. എൻ്റെ ഹെയർ വാഷിൻ്റെ ധാരണ തെറ്റിച്ച് കളഞ്ഞു, സോറി. പക്ഷേ ഈ ധാരണ ശരിയാണെന്ന് തോന്നുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ സ്ത്രീകളിലാണ് വരുന്നത് തൈറോയ്ഡ് ഇഷ്യൂ. അതെന്തുകൊണ്ടാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ വരാനുള്ളൊരു കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ സിറ്റുവേഷൻ തന്നെയാണ്. തൈറോയിഡിൽ കൂടുതലും ഇമ്മ്യൂൺ റെസ്പോൺസ് കൂടുതലും ഫീമെയിൽസിലാണ്. അതുകൊണ്ട് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കൂടുതൽ ഫീമെയിൽസിലാണ്. അതുപോലെ തന്നെ ഫീമെയിൽസിലൊരു തൈറോയിഡ് നോഡ്യൂൾ കണ്ടാൽ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ക്യാൻസർ ഒന്നും ആവാതെ നിൽക്കാറുമുണ്ട്. എന്നാൽ മെയിൽസിൽ അങ്ങനെയല്ല. നമ്മളൊരു നോഡ്യൂൾ കണ്ടാൽ അപ്പം തന്നെ അത് സീരിയസ് ആയിട്ട് എടുക്കും. ബിക്കോസ് ഈ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ഫീമെയിൽസിൽ കൂടുന്നതുകൊണ്ടാണ് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അവിടെ കാണുന്നത്. ഈ തൈറോയിഡ് നമുക്കുണ്ട് എന്ന് കാണിച്ചു തരുന്ന സസ്പെക്റ്റഡ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കോമൺലി പറയാൻ പറ്റുന്ന കുറച്ച് സിംറ്റംസ് എന്തൊക്കെയാണ്? തൈറോയിഡ് 2 സിംറ്റംസ് ആയിട്ടാണ്, 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹൈപ്പോ തൈറോയിഡ് സിറ്റുവേഷനും ഹൈപ്പർ തൈറോയിഡ് സിറ്റുവേഷൻ. ഹൈപ്പോ ഞാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം സ്ലോ ആയിരിക്കും. നിങ്ങളൊരു ലത്താർജിക് ആയിരിക്കും, വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, മുടി കൊഴിച്ചിൽ, ഇങ്ങനത്തെ ഒരു ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരാളെ ഇമാജിൻ ചെയ്താൽ ഹൈപ്പോ തൈറോയിഡ് എന്ന് പറയാം. ആൻഡ് ഹൈപ്പർ തൈറോയിഡ് എന്ന് പറയുമ്പോൾ ടാക്കിക്കാർഡിയ, ഒരു നെഞ്ച് പടപടാന്ന് അടിക്കുക, ചെറുതെന്തെങ്കിലും കേണിക്കുമ്പോൾ തന്നെ ടെൻഷൻ വരിക, മുടി വളരെ മെലിഞ്ഞിട്ട്, അവരുടെ മെറ്റബോളിക് റേറ്റ് ഒക്കെ വളരെ ഹൈ ആയിരിക്കും, അപ്പോൾ മെലിഞ്ഞു പോയിട്ടുണ്ടാവും, പിന്നെ കൈയൊക്കെ വിറച്ചിൽ, ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുക. പക്ഷേ ഇതെല്ലാം മറ്റ് ഡിസീസസ് ആയിട്ട് കോറിലേറ്റ് ആവുന്ന സിംറ്റംസ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഒരു കൺസൾട്ടേഷൻ തന്നെ വേണ്ടി വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇവിടെ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടോ? ഹെയറിൽ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടോ? അത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ആൺപിള്ളേർക്കായിരിക്കും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. വൺസ് മിനോക്സിഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത് കേൾക്കാം. അതിൽ എത്രമാത്രം സത്യമുണ്ട്? ഈ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സെക്ഷൽ ലൈഫിനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. അതിൽ എന്തോരം സത്യമുണ്ട്? മിനോക്സിഡിൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കഷണ്ടിയിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളിൽ അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അതിന് സിമിലർ ആയിട്ടുള്ള ഈ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയുന്ന മുടി കൊഴിച്ചിലാണ്. ഇത് എന്ത് കണ്ടീഷനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് എത്ര നാൾ നമ്മൾ ഉപയോഗിക്കും എന്നുള്ളത് തീരുമാനിക്കാം. ഈ പറഞ്ഞ പോലെ കഷണ്ടി അല്ലെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം യൂസാണ്. അത് ജനറ്റിക് ആയിട്ടുള്ളൊരു ടെൻഡൻസിയാണ് മുടി കൊഴിയാൻ. അത് നിന്ന് പോവില്ല. എന്തായാലും കൊഴിയുന്ന മുടീനെ കുറേയൊക്കെ പിടിച്ച് വെക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൊടുക്കുകയാണ് മിനോക്സിൽ. മിനോക്സിൽ നല്ലൊരു ഏജൻറ്റാണ്. അത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക ചെയ്യുക. ആ ഒരു രീതിയിലാണ് ഇത് ഹെയറിന് സ്ട്രെങ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ലോങ് ടേം ആയിട്ട് ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ അത് ലോങ് ടേം യൂസ് തന്നെയാണ്. അതല്ലാതെ ഷോർട്ട് ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് മിനോക്സിൽ സ്റ്റാർട്ട് ചെയ്ത ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ശരിക്കും റെലവൻ്റ് അല്ല. ഏത് കണ്ടീഷന് കൊടുക്കണു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് സത്യം പറഞ്ഞാൽ.